അതുകൂട്ടാ കാപ്പി കുടിച്ചു കഴിഞ്ഞോ? കാപ്പി കുടിച്ചിട്ട് അമ്മയുടെ കൂടെ വാ, ഒരു സൂത്രം, ഒരു സർപ്രൈസ് ഉണ്ട് കൊച്ചിന്. അതൊക്കെ ഉണ്ട്, നീ വാ വാ. ഇതോ, ഇത് നീ പിടിച്ചോ, അതൊക്കെ ഉണ്ട്. ഇത് പിടിച്ചോ, കത്തി അമ്മ പിടിച്ചോളാം. കൊച്ചിൻ്റെ കൈ അങ്ങനെ മുറിഞ്ഞാലോ. വാ കൊച്ച, അവിടെ നിന്ന് അമ്മ എടുത്തുകൊണ്ട് വരാവേ. ഇത് കണ്ടോ, കൊച്ചിന് ഇഷ്ടമല്ലേ? നമുക്കിത് ചെത്താം വാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വലിയൊരു പപ്പായ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കും, നല്ല വലുതല്ലേ, എവിടെ ഇരിക്കും. ഇത് കണ്ടോ, വലിയ കപ്പളങ്ങ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയിലെ പറമ്പിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നാൽ 2-3 എണ്ണം കിട്ടിയായിരുന്നേ. അതിൽ ഇത് ആദ്യം പഴുത്തത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, അതിങ്ങനെ അത് കട്ട് ചെയ്തിടാനായിട്ട് ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്തിടാം. ഇതിനകത്ത് തൊലി ഇടാം. ഓക്കെ, അതല്ലേ നല്ലത്. കമ്പോ, കമ്പല്ലടാ, അതിൻ്റെ തണ്ട്. നോക്കിക്കേ, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അതങ്ങോട്ട് ഒതുങ്ങുന്നില്ലേ. തൊലി ഇച്ചിരി ഏറെ കട്ട് ചെയ്ത് വിടാം അല്ലേടാ. നന്ദുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നന്ദുവിൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അല്ലേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട്, കുഞ്ഞാക്കടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി അമ്മ മാറ്റി വെച്ചിരുന്ന. അച്ചാച്ച പറഞ്ഞിരുന്ന് കട്ട് ചെയ്ത് വെക്ക് കൊച്ചിന് വരുമ്പം തിന്നാലോ എന്നേ. അന്നേരം അമ്മ പറഞ്ഞു അവൻ വന്നിട്ട് അവനെയും കൂടെ കാണിച്ച് കട്ട് ചെയ്യാം, സർപ്രൈസായിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പകുതി എടുക്കാം. ഇത് മുഴുവൻ ഇപ്പോൾ കട്ട് ചെയ്താൽ നമ്മൾ തന്നെ തിന്ന് തീർക്കത്തില്ലല്ലോ. അച്ചാച്ച അമ്മച്ചി ഉറങ്ങുവാണേ. പിന്നെ അച്ഛയാണെങ്കിൽ അച്ചക്കുട്ടൻ ഡ്യൂട്ടിക്കും പോയി. പിന്നെ ഇപ്പം ഇത് കട്ട് ചെയ്താലും ഞങ്ങൾ രണ്ടുപേരും തിന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ അരി കണ്ടോ, നല്ല മൂത്ത് നല്ല വിളഞ്ഞ കപ്പളങ്ങയാണേ. നിങ്ങൾ മോനെ അത് ഇതിനകത്തിടാ. അല്ല അതിവിടെ വെക്കാം, അതനക്കാതെ വെക്കാം. അമ്മ ഇതിനകത്തോട്ടേ ഇത് അതിൻ്റെ വിത്താകും. അത് കുഴപ്പമില്ല, ഒരെണ്ണം പോലും കളയല്ലേ. നമുക്കതേ പറമ്പിലെല്ലാം കൊണ്ടുവന്ന് പാകണം കേട്ടോ. പറമ്പിലോ അല്ലെങ്കിൽ നമ്മൾ ആ വിത്ത് പാകാനായിട്ട് എടുത്ത് വെച്ചിട്ടില്ലേടാ. കൊച്ചിൻ്റെ ബാത്ത് ടബ് ഞങ്ങൾ മണ്ണൊക്കെ നിറച്ച്, ചകിരിച്ചോറും ഒക്കെ നിറച്ച് ബാത്ത് ടബില്ലേ കുഞ്ഞു പിള്ളേരുടെ, ആ ബാത്ത് ടബിനകത്താണ് ഞങ്ങൾ വെണ്ടയുടെ വിത്തൊക്കെ പാകി മുളപ്പിച്ച് നിർത്തണം. ചെറിയൊരു ഹോളുണ്ടായിരുന്നു ബാത്ത് ടബിന്. അപ്പോൾ പിന്നെ എന്നായാലും ഹോള് വീണില്ലേ. ചെടിച്ചട്ടിക്കൊക്കെ നമ്മൾ എന്തായാലും അടിയിലൊരു ഹോൾ ഇടുമല്ലോ. അപ്പം ബാത്ത് ടബിൻ്റെ അടിയിൽ ഹോള് വീണ് എന്തായാലും. അപ്പോൾ ആ ബാത്ത് ടബിനകത്ത് കിടന്ന് കുളിക്കാൻ പാത്രമുള്ള പിള്ളേരില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാത്ത് ടബിനെ ഒരു കൃഷിക്കുള്ളൊരു ചട്ടിയാക്കി അങ്ങ് മാറ്റി. നോക്കിക്കേ, എന്നാ വലുപ്പം നോക്കിക്കേ. എൻ്റെ കൈ പോലും ചെയ്യുന്നില്ല. കൊച്ചിൻ്റെ കയ്യിൽ പോലും ചേരുന്നില്ല. നോക്കാം, നമുക്കേ കഴിച്ചോ. അല്ലാണോ പല്ല് തെന്നിപ്പോയോ? അതെന്നാ പല്ലാടാവേ? പല്ലാണോ ഇതിന്റെ കുരുവാണോ? ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ വ്യൂവേഴ്സിനോട്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? അടിപൊളി അല്ലേ? ഇല കാരണം കാണുന്നില്ലേ? ഉണ്ടോ, പിള്ള മനസ്സിൽ കള്ളമില്ല. ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുവാണേ. അപ്പോൾ സെൽഫി സ്റ്റിക്കിലാണ് ഫോൺ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞേട്ടാ, നമുക്ക് അവിടെ ആ നമ്മൾ പോൺ സൈഡിൽ റെഡിയാക്കിയിരിക്കുന്ന സീറ്റേ പോയിരുന്നു നമുക്കിത് കട്ട് ചെയ്യാം, എന്നിട്ട് നമ്മുടെ വ്യൂവേഴ്സിനെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൻ ക്യാമറ നോക്കി സംസാരിക്കുമ്പം ഈ ഇല കാരണം അവന് ഫോൺ കാണത്തില്ല. അപ്പോൾ അവൻ എന്നോട് പയ്യെ പറയാം, ഇല കാരണം കാണത്തില്ല. അതാണ് പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഞങ്ങളിത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് നന്ദുക്കുട്ടൻ്റെ അല്ലേ, നന്ദുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്യോർ മൈൻഡഡാണ്. അപ്പോൾ ഇത് നമുക്ക് അച്ചാച്ചിക്കും അമ്മച്ചിക്കും അച്ചക്കുട്ടനോട് വെക്കാം. കുരു ഒന്നും കളയത്തില്ല. കുരു എന്നത്തിനാ കൊച്ചിന് നട്ടു വെക്കാൻ. കണ്ടോ, ഞങ്ങൾ ഒരു സാധനത്തിൻ്റെയും വിത്ത് കളയത്തില്ല. അയ്യോ, ഒരെണ്ണം പോലും കളയില്ല. കണ്ടോ, അത് ഇത് കണ്ടോ മോനെ, ഇതിനകത്തുനിന്ന് കണ്ടോ അത് പൊട്ടിയിട്ട് പ്ലാന്റ് വരുന്ന കണ്ടോ, നല്ല മൂത്തതാ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ വ്യൂവേഴ്സിനോട്.
ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ് അവർ വീഡിയോ. ബൈ ബൈ. താങ്ക് യു.